അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു യൂണീക്ക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സ്വിംഗ് ട്രേഡിൻ്റെ സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കീ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് നല്ല സ്റ്റോക്കുകൾ നമ്മൾ തരംതിരിച്ചെടുത്ത് അത് ചാർട്ടിൽ ആഡ് ചെയ്ത് ആ ചാർട്ടിലെ കണ്ടീഷൻസ് ഒക്കെ ഒത്തിണങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ട്രേഡുകൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ യൂണീക്കായിട്ട് ടെക്നിക്കാണ്. ഇത് മാർക്കറ്റിൽ ആരും തന്നെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം വെച്ചാൽ മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ഈ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഒക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, മുഴുവനായിട്ട് കണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ വീണ്ടും അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റോക്ക് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ ഒത്തിരി ഉപകാരമുള്ള വീഡിയോസ് ഈ അപ്കമിംഗ് ആയിട്ട് ഈ ചാനൽ വരും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള മെത്തേഡുകൾ നിങ്ങൾ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോസ് മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും സമയങ്ങളാണ് നമുക്ക് നേരെ ഈ ഒരു സ്ക്രീനർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം, ആ മെത്തേഡ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് തലേ ദിവസം സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്ത് തരംതിരിച്ച് വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള, അടുത്ത ദിവസം ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. ഒരു സ്ക്രീനറാണ് ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ സ്ക്രീനർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് ആ സ്ക്രീനർ, കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. വരാം. നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് സ്ക്രീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാനതിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രീനറാണ് ഞാനൊന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രോക്കർ. ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫയേഴ്സ് വണ്ണിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഇത് ഒരു ബ്രോക്കറാണ്. നമുക്ക് ബ്രോക്കർ മെമ്പർഷിപ്പ്, ബ്രോക്കറിൻ്റെ അണ്ടറിൽ വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഫയേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ഫ്രീ ബ്രോക്കറാണ്. നിങ്ങൾ പെയ്ഡ്, അത് ആനുവൽ മെയിൻ്റെനൻസ് ഫീ ഒക്കെ ഫ്രീ ആണ്, AMC ഒക്കെ ഫ്രീ ആണ്. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ വെബിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ സ്ക്രീനേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ആ സ്ക്രീനർ അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോം, അതായത് ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫയേഴ്സ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ഫയേഴ്സ് വൺ ഡെസ്ക്ടോപ്പ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ ഒരു സ്ക്രീനർ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റിൽ വരാം. നിങ്ങളൊരു വിൻഡോസ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സ്ക്രീനർ യൂസ് ചെയ്യണ പോലെ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിപ്പോൾ ഇതിൽ ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഡാറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷനൊക്കെ ഉണ്ട്, ഡൗൺലോഡ് ലിങ്ക് ഒക്കെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ ഒരു സോഫ്റ്റ്വെയർ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നത് കണ്ടോ, ഇപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഫയേഴ്സ് വണ്ണിൻ്റെ ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് ഒത്തിരി അധികം സ്ക്രീനേഴ്സ് ഉണ്ടോ. പലരും ഇതിനകത്ത് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. പല 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 ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ സ്ക്രീനേഴ്സ് ഉണ്ട്. അതിനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാനത് എന്തൊക്കെയാണ് കുറച്ച് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാര്യം, നമ്മുടെ വീഡിയോസ് ലൈക്ക് വളരെ കുറവാട്ടോ ഗൈസ്. നിങ്ങൾ ലൈക്ക്, അതുപോലെ തന്നെ ലൈക്ക് അടിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മാത്രമേ വീഡിയോസ് കുറേ പേരിലേക്ക് എത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ പെയ്ഡും കാര്യങ്ങളും കാശൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ. ഓക്കെ, ജസ്റ്റ് മൈ റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് കണ്ടു. ഇപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം, കുറേ വാച്ച് ലിസ്റ്റൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ വന്നാൽ നമുക്ക് കാണാം വാച്ച് ലിസ്റ്റ്, വ്യൂ, വർക്ക്ഷോപ്പ്, ടൂൾസ്, FNO. അത് FNOയിലൊക്കെ ട്രേഡ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഡെസ്ക്ടോപ്പിലുണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് തുടങ്ങാം. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നൊരു ഡാറ്റയാണ് ഗ്രോസ് ഡെലിവറി ഡാറ്റ എന്ന് പറയുന്നത്. അല്ല, ഗ്രോസ് ഡെലിവറി ഡാറ്റ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ സ്റ്റോക്കുകളൊക്കെ ഇതിൽ വന്ന് കാണാം. കുറേ സ്റ്റോക്കുകൾ ഇങ്ങനെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വന്ന് കിടക്കണം. ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് കുറേ സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ തരംതിരിച്ച് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഇപ്പോൾ കാണാം, ഇത് അണ്ടർലൈങ് അസറ്റ് ഇവിടെ നമുക്ക് കാണുമ്പോൾ സെലക്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എന്താ, അണ്ടർലൈങ് സ്ക്രിപ്റ്റ് വിത്ത് FNO സ്ക്രിപ്റ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. FNO അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എനേബിൾഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇതിനകത്ത് മാക്സിമം വന്നിരിക്കുന്നത് കേട്ടോ. നോക്കുമ്പോൾ കാണാം ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കൊടുക്കണം ഫിൽറ്റേഡ്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടോ, നിങ്ങൾ ഫിൽറ്റേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ. ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ ഫിൽറ്റേഡ്. ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ ഓപ്ഷനാണ്. അതിൻ്റെ നമുക്ക് കാണാം, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം പ്രൈസ് അപ്പ് ആൻഡ് OI അപ്പ്. അതായത് പ്രൈസ് അപ്പ് ആകുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അപ്പ് ആവുന്ന സ്റ്റോക്കുകൾ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞിരിക്കാം. അതുപോലെ പ്രൈസ് ഡൗൺ ആകുമ്പോൾ OI അപ്പ് ആവുന്ന സ്റ്റോക്കുകൾ തിരഞ്ഞിരിക്കാം. അതുപോലെ പ്രൈസ് അപ്പ് ആകുമ്പോൾ OI ഡൗൺ ആവുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം. അതുപോലെ പ്രൈസ് ഡൗൺ ആകുമ്പോൾ OIയും ഡൗൺ ആവുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കണക്കിന് ഞാൻ ചെയ്യാണ്.
പ്രൈസ് അപ്പാവുന്ന ഓളിയം, അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് അപ്പാവുന്ന സ്റ്റോക്കുകൾ മാത്രം തിരഞ്ഞെടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ FNO അണ്ടർലൈങ് FNO സ്ക്രിപ്റ്റുകൾ മാത്രം, F&O ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം നമ്മുടെ കയ്യിൽ വന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അത് മാത്രം എഴുതും, ജസ്റ്റ് ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്റ്റോക്കുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കുമ്പോൾ കാണാം ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ, മാൻകൈൻഡ് ഫാർമ, ടെക് മഹീന്ദ്ര, ശ്രീ സിമെന്റ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, SBI ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ കുറേ സ്റ്റോക്കുകൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നേക്കണതാണ്. നമുക്ക് ഇതെല്ലാം വേണോ? വേണ്ട. നമുക്ക് ഇനിയൊന്ന് സ്ക്രീൻ ചെയ്യണത്. ഞാനായാലും മെയിനായിട്ട് നോക്കുന്നത് വെച്ചാൽ ഡെലിവറി പെർസെൻറ്റ് ഞാൻ നോക്കും മെയിനായിട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി പെർസെൻറ്റ് കൂടിയ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി പെർസെൻറ്റ് കൂടിയ സ്റ്റോക്കുകളിൽ നിന്നും ഡെലിവറി പെർസെൻറ്റ് കുറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വരുന്നത് കാണാം. കണ്ടോ, ഇവിടെ ജസ്റ്റ് ചെയ്യണം ഡെലിവറി പെർസെൻറ്റ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടിയ സ്റ്റോക്കുകളിൽ നിന്നും കുറഞ്ഞ ഇതിലേക്ക് നമുക്ക് ഇവിടെ വന്നേക്ക് കാണാം. ജസ്റ്റ് ഇവിടെ ഗ്രോസ് ഡെലിവറി പെർസെൻറ്റ് ആണിത്. ഡെലിവറി ക്വാണ്ടിറ്റി ഉണ്ട്, ഡെലിവറി പെർസെൻറ്റ് ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുന്നത് വെച്ചാൽ ഇവിടെ ഈ GDQ കൂടുതൽ വന്നിരിക്കുന്നത് 68 65 63 അങ്ങനെ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഇൻ OI കൂടിയിരിക്കുന്ന സ്റ്റോക്ക്. ഈ ചേഞ്ച് ഇൻ OI എന്ന് പറഞ്ഞാൽ ഓയിൽ നല്ല ബിൽഡപ്പ് നടന്നിരിക്കുന്ന സ്റ്റോക്കിലാണ് ചേഞ്ച് ഇൻ OI എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ ചേഞ്ച് ഇൻ OI കണ്ട് ഇവിടെ ഇത് 17 ലക്ഷം സംതിങ് ആണ് നമ്മുടെ എന്തിൽ കൂടി, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കൂടിയിരിക്കുന്നത്. അതുപോലെ ടെക് മഹീന്ദ്രയിൽ നമുക്ക് കാണാം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. ഓപ്പൺ ഇൻട്രസ്റ്റ് OI ചേഞ്ച് ചെയ്തിരിക്കുന്ന, നല്ല ചേഞ്ച് വന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ SJVN ലിമിറ്റഡ്, അതുപോലെ 197 കമ്മ്യൂണിക്കേഷൻസ്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഇൻ OI കണ്ട് ഇവിടെ നിങ്ങൾ കണ്ടോ, ചേഞ്ച് ഇൻ OI കൂടുതൽ നിന്ന് കുറവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ. അതുപോലെ OI കൂടുതലുള്ള സ്റ്റോക്കുകൾ, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന OI ഏറ്റവും കൂടുതലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് കുറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ OI ചേഞ്ച് ഇൻ OI ഇതുള്ള സ്റ്റോക്കാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിലേക്ക് മാത്രം ഞാൻ ഇത് ചെയ്തിട്ട് ഇവിടെ ഒരു എക്സൽ കണ്ടോ, നിങ്ങളുടെ ഈ ഒരു എക്സൽ കണ്ടോ, ഇവിടെ ഒരു എക്സൽ കണ്ടോ, ആ എക്സൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങ് ഡൗൺലോഡ് ചെയ്യും. ജസ്റ്റ് ഇങ്ങ് ഡൗൺലോഡ് ചെയ്തെടുക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ഓപ്ഷൻ ചോദിക്കും അവർ, കോപ്പി ടു എക്സൽ ആണ്. ഇപ്പോൾ എന്നോട് ഡെസ്ക്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്യാൻ പറയുകയാണ് അവർ. ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ കൊടുത്തിട്ട് എക്സൽ ഡാറ്റ ഫോർ നെക്സ്റ്റ് 14th ജൂലൈ 25 എന്ന് കൊടുത്തിട്ട് ഒരു പേര് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ സേവ് ചെയ്യുവാണിത്. ജസ്റ്റ് സേവ് കൊടുത്തു കേട്ടോ. സേവ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് അത് സേവ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് സേവ് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അതിന് ഒരു കാര്യം കൂടി, ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്കുകൾ ഇപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് അവിടേക്ക് അതവിടെ ഇരുന്നോട്ടെ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പോൾ ചേഞ്ച് ഇൻ OI നമ്മൾ ക്ലിക്ക് ചെയ്തു, അതുപോലെ ഗ്രോസ് ഡെലിവറി പെർസെൻറ്റ്, അതുപോലെ പെർസെൻറ്റ് ചേഞ്ച്, ക്ലോസിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കാണാം, ഡെലിവറി ക്വാണ്ടിറ്റിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കാണാം, ട്രേഡഡ് ക്വാണ്ടിറ്റിയിൽ കൂടുതലുള്ള സ്റ്റോക്കുകൾ കാണാം. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തു. ജസ്റ്റ് നിങ്ങളൊരു ഓപ്ഷൻ കണ്ടോ, ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളോട് കാണുന്നുണ്ടോ, ഹിസ്റ്ററി കണ്ടോ. ഇതൊന്നും അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, ഫംഗ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെലിവറി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ OI ഏതൊക്കെ ദിവസങ്ങളിലാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ കൂടി വരുവാണ്. നമുക്ക് ഒരു ദിവസത്തെ ഡാറ്റയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയുള്ളൂ കേട്ടോ. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഒരു ദിവസത്തെ ഡാറ്റ മാത്രമാണ് നമുക്ക് ഇവിടെ, കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ കിട്ടിയ ഡാറ്റ മാത്രമാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഡാറ്റയിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്തു. ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്രോസ് ഡെലിവറി പെർസെൻറ്റ് ഇവിടെ വന്നു കേട്ടോ. ഗ്രോസ് ഡെലിവറി പെർസെൻറ്റ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു 50% ഇവിടെ കൊടുക്കണം. ഗ്രേറ്റർ ദാൻ 50%, ഗ്രോസ് ഡെലിവറി പെർസെൻറ്റ് 50%, ലെസ് ദാൻ 100% ഇടയ്ക്കുള്ള ഡാറ്റാസ് എനിക്ക് വേണം. അത് ഏത് ഡേറ്റ് വേണം, ഇപ്പോൾ ഞാനൊരു ഡേറ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഈ 1-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെയുള്ള 11-ാം തീയതി ക്ലോസിംഗ് വരെയുള്ള ഡേറ്റാണ് എനിക്ക് വേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം, ഗോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഗോ എന്നൊരു ഓപ്ഷൻ കൂടെ ഇവിടെ കണ്ടോ. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് ഈ ഡെലിവറി പെർസെൻറ്റ് കൂടുതൽ വന്നിരിക്കുന്നത് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഡെലിവറി പെർസെൻറ്റും അതുപോലെ തന്നെ OIയും കൂടുതൽ വന്നിരിക്കുന്ന ഡേറ്റ് ഇവിടെ കാണാം. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് കിട്ടി. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആകെ എനിക്ക് ഇതാവുന്നു, കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു പുക പോലെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ഒരു ഇവിടെ നിങ്ങളൊരു കണ്ടോ ചാർട്ട് കണ്ടോ, ഇവിടെ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ കൃത്യമായിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഏതൊക്കെ ഡേറ്റുകളാണ്. അവിടെ ആ ഗ്രാഫിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് കർസർ കൊണ്ടുപോകുമ്പോൾ കണ്ടോ നിങ്ങൾ, ഇപ്പോൾ 8 ജൂലൈ എന്താ സംഭവിച്ചത്, കാരണം ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തെളിഞ്ഞു വേണോ, പെർസെൻറ്റ് ഗ്രോസ് ഡെലിവറി വോളിയം 68% അവിടെ കൂടിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നേരെ ഞാൻ എന്ത് ചെയ്യണം, ഓപ്പൺ ഇൻട്രസ്റ്റിൽ വരുമ്പോൾ കണ്ടോ 17 കോടി സംതിങ് ആണെന്ന് തോന്നുന്നു, 17 ലക്ഷമോ കോടിയാണ്, അത്ര അധികം കൂടിയിട്ടുണ്ട്. അടുത്ത ദിവസം കൊണ്ടുവരുമ്പോൾ കണ്ടോ 59%. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് വന്നിരിക്കുന്നത്, ഫ്യൂച്ചറിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് വന്നിരിക്കുന്നത് എത്രയാണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 1,71,4,920. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എത്ര വന്നത് 66%, 29% ഡെലിവറി പെർസെൻറ്റ് കൂടിയിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ. ഏത് സ്റ്റോക്കിൽ, നമ്മൾ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ. അതിൻ്റെ തൊട്ടടിയിൽ നോക്കുമ്പോൾ കണ്ടോ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടോ 1,70,000 1 lakh അല്ല 17 lakhs സംതിങ്ങിൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ
നിങ്ങൾക്ക് ഇവിടെ കാണാം 57%. അതിൻ്റെ അടിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയിരിക്കുന്ന എത്രയാണ് 1,76,000. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സ്റ്റോക്കിൽ ഡെലിവറി പെർസെൻറ്റ് കൂടുന്നുണ്ട്, അതനുസരിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടി വരുന്നുണ്ട്. മനസ്സിലായി ഫ്യൂച്ചറിൽ. അതിൻ്റെ അർത്ഥം തന്നെ ആൾക്കാർ കരുതുന്നത് എന്താണ്, ഈ സ്റ്റോക്ക് അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കയറി അതായത് മുകളിലേക്ക് ഒരു അപ്സൈഡ് റാലി നടത്താൻ ചാൻസ് ഉണ്ട്. FMCGയിലെ ഒരു സെക്ടറാണ് ഹിന്ദുസ്ഥാൻ യൂണിലീവർ എന്ന സ്റ്റോക്ക്. നമുക്ക് നോക്കുമ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഡാറ്റ അല്ലെങ്കിൽ ഞാനൊരു 1 അവർ ഡാറ്റയിലേക്ക് ക്ലിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ വേണ്ട ഡേ ടൈം ഫ്രെയിം തന്നെ നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഈ സ്റ്റോക്കിൽ എന്താ സംഭവിക്കുന്നത്. ജസ്റ്റ് ഞാനിവിടെ അതിൻ്റെ ഒരു ഇത് നോക്കുക, ആ ലെവൽസ് ഇവിടെ മാർക്ക് ചെയ്യണം. കണ്ടോ ഈ സ്റ്റോക്ക് ഒരു ജസ്റ്റ് ഒരു റെസിസ്റ്റൻസിനടുത്ത് നിൽക്കുവാണ്. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടോ ഈ സ്റ്റോക്ക് മുകളിലേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് വരുവാണ്. കേട്ടോ ഇവിടെ നോക്കാം, കഴിഞ്ഞ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഓപ്പൺ ആയത്. നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസം കയറിപ്പോയി ഈ സ്റ്റോക്ക്. കണ്ടോ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് മുകളിലേക്കാണ് ഓപ്പൺ ആവുന്നത്, മുകളിലേക്കാണ് നിൽക്കുന്നത് ഈ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഈ സ്റ്റോക്ക് കണ്ടോ ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു റെസിസ്റ്റൻസിന് അവിടെ വന്നു, അതിനുശേഷം വീണ്ടും ഈ റെസിസ്റ്റൻസിന് അവിടെ വരുന്നു, വീണ്ടും ഈ റെസിസ്റ്റൻസിന് അവിടെ നിന്ന് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യണം മുകളിലേക്ക് പോകും, അപ്സൈഡ് റാലി നടത്താനായിട്ടൊരു ശ്രമം നടത്തുവാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ ചാർട്ട് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ് അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബാക്കിൽ നടക്കുന്ന ഡാറ്റ കൂടി നമ്മൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? കണ്ടോ ഇപ്പോൾ ഈ നമ്മൾ ഈ ലൈൻ ചാർട്ടിലേക്ക് കോളം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഇതിൽ എന്താണ് ബാക്കിലെ ഡെലിവറി പെർസെൻറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരാൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യണം ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഡെലിവറി പെർസെൻറ്റ് കൂടുക എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുക എന്ന് എന്താ പറയുന്നത്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു സ്റ്റോക്കിൻ്റെ കൂടുകയാണ്, അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് കൂടുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ അങ്ങനെയുള്ള സ്റ്റോക്കല്ല ഇവിടെ തപ്പിയെടുത്തത്. ഇവിടെ നമ്മൾ തപ്പിയെടുത്ത സ്റ്റോക്ക് എന്താ പ്രൈസ് അപ്പാൻ്റെ അപ്പായുള്ള സ്റ്റോക്കാണ് ഈ ലിസ്റ്റിൽ വന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ് വീണ്ടും നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ് ഗ്രോസ് ഡെലിവറി പെർസെൻറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടിയിരിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ നോക്കുമ്പോൾ കാണാം പല ഡേറ്റിലും ഈ സ്റ്റോക്കുകൾ എന്താണ് ഗ്രോസ് ഡെലിവറി ഡെലിവറി പെർസെൻറ്റ് വോളിയം കൂടി വരുന്നുണ്ട്, അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ ചിലപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി കൂടുതലുണ്ട്. മനസ്സിലായില്ലേ? ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഡാറ്റാസ് ബാക്കിലുള്ള കുറച്ച് ഡാറ്റ കൂടി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്, ഈ സ്റ്റോക്ക് അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു അപ്സൈഡ് റാലി നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നിനും സെർട്ടനിറ്റി ഇല്ല, മാർക്കറ്റാണ്, അതുകൊണ്ട് സെർട്ടനിറ്റി പറയാൻ പറ്റില്ല. ഡാറ്റാസ് കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് റാലി പോകും എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. ഡാബർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കാം. ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ വന്നിരിക്കുന്ന ഡെലിവറി പെർസെൻറ്റ് അറിയാനും അതുപോലെ അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അറിയാനും വേണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഫിൽറ്റർ ചെയ്തപ്പോൾ ഞാൻ കൊടുക്കുന്നത് എന്താണ് ഗ്രോസ് ഡെലിവറി പെർസെൻറ്റ് 40%ഉം 100%ഉം താഴെയുള്ള ഡെലിവറി പെർസെൻറ്റുള്ള ദിവസങ്ങളാണ് വരേണ്ടത് ഈ സ്ക്രീനറിൽ. മനസ്സിലായോ? അതിനുശേഷം ഇതിലെന്ത് വേണം ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് എന്ന് വേണം ഒരു 1 ജൂലൈ തുടങ്ങി 11 ജൂലൈ വരെയുള്ള ഡാറ്റയാണ് എനിക്ക് വേണ്ടത്. ഡാബർ ഇന്ത്യ ലിമിറ്റഡിലെ സ്റ്റോക്കാണ് വേണ്ടത്. ഞാൻ എന്ത് ചെയ്യാണ് ഗോ കൊടുക്കുന്നു. ഗോ കൊടുത്തപ്പോൾ ഇത്രയും ദിവസങ്ങളാണ് ഇതിൽ ഡെലിവറി പെർസെൻറ്റ് കൂടുതൽ വന്നിരിക്കുന്നത്, 40% എബോവ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഇവിടെ ഒരു ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു ഈ സ്റ്റോക്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 50% ഡെലിവറി വോളിയം കൂടിയിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം, കണ്ട 20 crore സംതിങ് ആണ്. എനിക്ക് എത്രയാണെന്ന് അത് മനസ്സിലാവുന്നില്ല. 20 crore അടുത്താണ് ഏകദേശം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് കയറുവാണ്. ഇപ്പോൾ ലൈൻ ചാർട്ട് നോക്കുമ്പോൾ കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് മുകളിലേക്ക് കയറും, അപ്സൈഡ് റാലി എടുത്തുവാണ്. കാരണം ഇവിടെ കൂടി വരുന്നതായിട്ട് കാണാം. ഇവിടെ താഴെ വരുന്നത് വീണ്ടും കൂടുന്നു, വീണ്ടും താഴെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൽ നല്ലൊരു ഡെലിവറി പെർസെൻറ്റ് കൂടി വരുന്നതായിട്ട് കാണാം, കൂടുതൽ ഡെലിവറി വോളിയം കൂടി വരുന്നതായിട്ട് കാണാം. കാരണം അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, പല ഡേറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റും നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് ഈ സ്റ്റോക്കുകളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഡാബറിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ആക്കുക. ഡാബർ ഇന്ത്യ കണ്ടോ, ഡാബർ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടോ ഡാബർ ഇന്ത്യ എൻ്റെ ഡാലർ സ്റ്റോക്കാണോ ഡാബർ ഇന്ത്യ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലായിരുന്നു. ഈ സ്റ്റോക്ക് കണ്ടോ, ഈ സ്റ്റോക്ക് ഇവിടെ വന്നു റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ വന്നു വീണ്ടും വന്നു, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി എന്ത് ചെയ്തു സ്റ്റോക്ക് മുകളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ടെക്നിക്കൽ ഡാറ്റ നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം. പക്ഷേ ടെക്നിക്കൽ സൈഡിന് ഒരു പരിമിതിയുണ്ട്. ടെക്നിക്കൽ സൈഡിൻ്റെ ഏറ്റവും ഒരു പരിമിതി എന്താണ്, അതിൻ്റെ റിയലിസ്റ്റിക് കഴിഞ്ഞ ദിവസങ്ങളിലെ ഡാറ്റാസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സ്റ്റോക്കിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രൈസ് മുകളിലേക്ക് കയറുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എന്താണ് നോക്കുന്നത്, അതിൻ്റെ ഡെലിവറി പെർസെൻറ്റ് കൂടുന്നുണ്ട്, ഡെലിവറി പെർസെൻറ്റ് ഇവിടെ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റും ഇവിടെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചാർട്ടിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ ചാർട്ടിൽ നടന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് ചാർട്ടിൽ വരുന്നത് ബ്രേക്ക് ഔട്ട് പോലെ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ സ്റ്റോക്ക് എന്താണ് അപ്സൈഡ് റാലി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് ഈ സ്റ്റോക്ക് നിലം തൊടാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് FMCG സെക്ടറാണ് ഇത്. നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത സ്റ്റോക്ക് എന്താണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, FMCG സെക്ടർ കുറച്ച് ദിവസമായിട്ട് അപ് ട്രെൻഡിലേക്ക് പോവാണ്. നമ്മൾ കണ്ടുപിടിച്ച 2 സ്റ്റോക്കും ഹിന്ദുസ്ഥാൻ യൂണിലിവർ FMCG ആണ്, അതുപോലെ തന്നെ ഡാബർ ഇന്ത്യ FMCG സെക്ടർ, അതായത് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിൽ വരുന്ന സ്റ്റോക്ക് സെഗ്മെന്റ് ആണ് ഡാബർ ഇന്ത്യ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഈ 2 സ്റ്റോക്ക് അപ്സൈഡ് റാലി പോവുകയാണ്. മനസ്സിലായോ?
അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്റ്റോക്കിൻ്റെ ഫിൽട്ടർ ചെയ്ത് ഞാൻ ഈ ഒരു സ്ക്രീനറിൽ നിന്ന് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഫയസ് അക്കൗണ്ട് ആണെങ്കിൽ ഈ ഫയസ് വൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇത് ചെയ്യാം. ട്രേഡ് ചെയ്യണം, നിങ്ങൾക്ക് സ്ക്രീനറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് കുറേ ഫംഗ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ എക്സൽ ഷീറ്റ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത എക്സൽ ഷീറ്റ് അവിടെ ഉണ്ടല്ലോ, ഞാനത് എടുക്കുവാണ്. എക്സൽ ഷീറ്റ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, അത് അങ്ങ് ഓപ്പൺ ആക്കണം. അപ്പോൾ അതിനകത്ത് കുറേ സ്റ്റോക്കുകൾ വന്ന് നടക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു 3-4 സ്റ്റോക്കുകൾ മാത്രം മതി നമുക്ക്. അപ്പോൾ 3-4 സ്റ്റോക്കുകൾ നമ്മളിവിടെ എടുക്കുവാണ്. ഒരു 5 സ്റ്റോക്കുകൾ ഇവിടെ, ഒരു 5 സ്റ്റോക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഓരോ സ്റ്റോക്കുകളായിട്ട് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് OI ഒരു മിനിറ്റ് ഇതൊന്ന് ഇതിപ്പോൾ OI ഹയർ ഇന്ന് ലോവറിൽ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചാബ് നാഷണൽ ബാങ്ക് നോക്കാം. ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒന്ന് ചാർട്ടിൽ ആഡ് ചെയ്യുക, നോക്കുക എന്താണ് പഞ്ചാബ് നാഷണൽ സംഭവിക്കുന്നത് നോക്കാം. ഡേ ടൈം ഫ്രെയിം നോക്കാൻ നേരത്തെ ഈ സ്റ്റോക്ക് ഒരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസിന് അവിടെ നിന്ന് സ്റ്റോക്ക് ഒന്ന് തിരിയാണ് അവിടെ നിന്ന്. ഈ സ്റ്റോക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കല്ല. എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസിൽ മൂവ്മെൻറ്റിൽ ഇത് ചെയ്യുന്ന സ്റ്റോക്കാണ്. അടുത്ത ദിവസങ്ങൾ ഈ സ്റ്റോക്ക് ഈ ലെവലിന് മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അപ്സൈഡ് റാലി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്ക് തൽക്കാലം നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ വേണ്ട. അടുത്ത ടെക് മഹീന്ദ്ര നോക്കാം. ടെക് മഹീന്ദ്ര എന്താണ് നമ്മുടെ ചാർട്ടിൽ എന്താണ് പറയുന്നത് നമ്മൾ നോക്കുക. ജസ്റ്റ് ചാർട്ടിലെടുക്കുക, ടെക് മഹീന്ദ്ര നോക്കുക. ടെക് മഹീന്ദ്രനും ഡേ ചാർട്ട് നോക്കുന്ന സമയത്ത് ടെക് മഹീന്ദ്ര എന്താണ് ഒരു സപ്പോർട്ടിന് അടുത്താണ് ട്രേഡ് കിടക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ വരുന്നുണ്ട്. ഈ ഒരു ലെവലിൽ എത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ അപ്സൈഡ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ലെവലും ഉണ്ട്. ഈ ഒരു ലെവലിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് റാലി എടുക്കാം. ഇവിടെ വന്നാൽ സപ്പോർട്ട് ലെവൽ വന്നാൽ നമുക്കൊരു മുകളിലേക്ക് ഒരു അപ്സൈഡ് റാലി കൺസിഡർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ഞാൻ നോക്കാം. അതുപോലെ തന്നെ 197 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഈ സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കുകൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അനാലിസിസ് ചെയ്ത് ഓരോ സ്റ്റോക്കുകളും നോക്കണം. കുറച്ച് ടാസ്ക്കാണ് ഇത്. കണ്ടോ, ഈ സ്റ്റോക്ക് കണ്ടോ, ഈ സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാം, ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് അപ്പാണ് ഈ സ്റ്റോക്ക് കണ്ടോ. ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത സ്റ്റോക്ക് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. താഴെ വന്നു, ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റുള്ള സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഡാറ്റാസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സൽ എടുക്കുക, എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ നമുക്ക് ഇത് ഡയറക്റ്റ് എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഇതുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു കേട്ടോ. ഇത് എല്ലാ ദിവസവും നിങ്ങൾ നോക്കുക, അതിൻ്റെ ഹിസ്റ്ററി കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഈ എക്സൽ ഞാൻ ഒരു ദിവസം ഡാറ്റ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്താണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഡെലിവറി വോളിയും അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടി വരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സോർട്ട് ചെയ്തെടുക്കുക. അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഓരോ സ്റ്റോക്കുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വാച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഓരോ സ്റ്റോക്കുകളായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇതിൽ തന്നെയുള്ള മറ്റൊരു സ്ക്രീനർ നമുക്ക് പരിശോധിക്കാം കേട്ടോ. അത് നമ്മുടെ ഈ ടൂൾ സെക്ഷനിലാണ്. ഇതിവിടെ ഈ ടൂൾ സെക്ഷനിൽ എൻഡ് ഓഫ് ദി ഡേ റിപ്പോർട്ട്സ് എന്ന റിപ്പോർട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ക്രീനേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആട്ടോ. ഒത്തിരി സ്ക്രീനേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഏത് സ്റ്റോക്സിൽ ഏത് ഇത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിഫ്റ്റി മീഡിയ, നിഫ്റ്റി 200 എടുത്ത് നോക്കാം. നിഫ്റ്റി 200 നമുക്ക് എന്ത് ചെയ്യാം, ബുള്ളിഷ് എൻഗൾഫിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടോ, ബുള്ളിഷ് എൻഗൾഫിൽ എന്ന സ്റ്റോക്കുകൾ ഡാബർ ഇന്ത്യ. ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് ഓപ്പൺ ആയി നമുക്കിവിടെ കാണാം. ഡാബർ ഇന്ത്യയിൽ ബുള്ളിഷ്, അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇതുണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ബുള്ളിഷ് ആയിട്ടുള്ള ഇത് വന്നിരിക്കുന്ന ഇവിടെ കാണാം. അതുപോലെ തന്നെ KPIT ടെക്, അതുപോലെ തന്നെ KPIT ടെക് നമ്മളിവിടെ ചാർട്ട് ജസ്റ്റ് ഓപ്പൺ ആയി ഇവിടെ തന്നെ ജസ്റ്റ് റീക്ലിക്ക് ചെയ്താൽ മതി. മാക്സിമം നമ്പർ ഓഫ് ചാർട്ട് കണ്ടോ ഇവിടെ. ഇത് ഡാബർ ഇന്ത്യയാണ്. ഒരു മിനിറ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചാർട്ട് ക്ലിക്ക് ചെയ്യുക, KPIT ടെക്നോളജീസ്. അല്ല, KPIT ടെക്നോളജീസിൻ്റെ അവസ്ഥ എന്താ നോക്ക്. ഇവിടെ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നില്ല. അതുപോലെ ആക്സിസ് ബാങ്ക്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ സ്ക്രീനും ഇത് കുറേ അങ്ങനെ ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ അൺയൂഷ്വൽ വോളിയം വന്നിരിക്കുന്ന സ്ക്രീനുകൾ, സ്റ്റോക്കുകൾ മാത്രം 3 ടൈംസ് വോളിയം കണ്ടോ. 3 ടൈംസ് വോളിയം. ഇപ്പോൾ നമുക്ക് നിഫ്റ്റി ഏത് ഇത് വേണം, നിഫ്റ്റിയിലെ മിഡ് ക്യാപ്പ് 100 നോക്കാം. അൺയൂഷ്വൽ വോളിയം വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ കണ്ടോ. ടാറ്റ ELXI വന്നിരിക്കുന്നു, പക്ഷേ ടാറ്റ ELXI ശ്രദ്ധിക്കണം, ഇടിഞ്ഞു. ഗ്ലെൻമാർക്ക് നോക്കും. ഗ്ലെൻമാർക്ക് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചു നമുക്ക് നോക്കാം. ഗ്ലെൻമാർക്ക് നോക്കട്ടെ. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ കണ്ടോ. ഗ്ലെൻമാർക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഇത് മുകളിലേക്കാണ് പോയത്. കണ്ടോ, വളരെയധികം ഗ്യാപ്പപ്പായിട്ട് 1918 നിന്ന് ഏറ്റവും ടോപ്പിലേക്ക് പോയാൽ 2287 രൂപ മുകളിലേക്കാണ് പോയത്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ അതുപോലെ ഒത്തിരി സ്ക്രീനേഴ്സ് ഉണ്ടോ. പിന്നെ 52 വീക്ക് ഹൈഡ് അടുത്തുള്ള ട്രേഡ് കിടക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഗ്ലെൻമാർക്ക് തന്നെയാണ് അതിനടുത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻറ്റ് ക്ലൈം ബേസ്, ഇതൊരു ഞാൻ വളരെയധികം യൂസ് ചെയ്യുന്നൊരു സ്ക്രീനാണ്. കൺസിസ്റ്റൻറ്റ് ക്ലൈം ബേസ് എന്ന് തന്നെ നോക്കിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് 100 നോക്കാം. ജസ്റ്റ് നോക്കാം, കാണിച്ചു തരാം കേട്ടോ. റാഡിക്കോയിൽ എന്താ സംഭവിക്കുന്നത് നോക്കോട്ടോ. റാഡിക്കോക്ക് നോക്കോട്ടോ. റാഡിക്കോൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റാഡിക്കോണ്ടോ. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണോ. റാഡിക്കോ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി സ്ക്രീനേഴ്സ് ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് പലരും ഇത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ഞാൻ നോക്കട്ടെ. BMA ക്രോസ് ഓവർ ബൈ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ
ഇല്ല വന്നിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എഫ് ആനുവൽ നോക്കാം. എഫ് ആനുവൽ ഡൈവേഴ്സിഫൈഡ് നോട്ടേട്ടാ. ബൈ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടാണ് അത് വരാത്ത കേട്ടോ. അങ്ങനെ കുറേ 1 ഇയർ ടോപ്പ് പെർഫോമർ, 1 ഇയറുള്ള ടോപ്പ് പെർഫോമേഴ്സ് എഫ് ആനുവൽ BSE ആണ് ഏറ്റവും. അത് MCX നല്ല പെർഫോമറാണ്. അതുപോലെ നിഫ്റ്റി 500 വന്നിട്ട് ഷോക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം. ഗുഡ് ഫ്രൈ ഫിലിപ്പ് അതുപോലെ തന്നെ അണ്ടർലൈങ് FNO. ഒരു മിനിറ്റ് കേട്ടോ. ഹെൽത്ത് കെയറിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? ഈ ഒരു സ്റ്റോക്കുകൾ ബ്ലൂ ജെറ്റ്, സോട്ട അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ ഇത് ഇടിഞ്ഞുകൊണ്ടാണ് ഈ നെഗറ്റീവോടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒത്തിരി സ്ക്രീനേഴ്സ് ഇതിനകത്ത് കാണാം. നമുക്ക് വർക്ക് സ്പേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൂളിൽ ഒരു TNS സിമ്പിൾ വാച്ച് എന്നൊരു സംഭവമാണ്. അത് ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. TNS സിമ്പിൾ വാച്ച്, ആറാൻ്റെ സിമ്പിൾ വാച്ച്, അതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് നിഫ്റ്റി 100 സോറി ഒരു മിനിറ്റ് കേട്ടോ. ടൂൾ സെക്ഷനിലാണ് ഞാനത് കണ്ടിരിക്കുന്നത്. സിമ്പിൾ ഇതാണ് TNS സ്ക്രീനർ. ഇതിൽ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആയിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രീനർ നിങ്ങളതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ജസ്റ്റ് ഇവിടെ ഇക്വിറ്റിയിൽ ജസ്റ്റ് FNO സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ FNO സ്ക്രിപ്റ്റ് ഓൾറെഡി ഇതിൽ സെലക്ട് ആയി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 100 തുടങ്ങി ട്രേഡഡ് വാല്യൂ ഒരു 1 lakh ഒക്കെ കൊടുത്തു, കുഴപ്പമില്ല. 2% വരെ ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ 1% ചേഞ്ച് ആയിരിക്കുന്ന സ്റ്റോക്കാന്ന് കരുതുക, പെർസെൻറ്റ് ചേഞ്ച് 1% ആണെന്ന് കരുതുക. ജസ്റ്റ് അപ്ലൈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത്ര സ്റ്റോക്കുകൾ ആ ഒരു മൊമെൻറ്റിൽ അത്ര അപ് ട്രെൻഡ് ആയിരിക്കണം. പെർസെൻറ്റ് 1 മൂവ്മെൻറ്റ്. ഇപ്പോൾ 2% ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഞാനിവിടെ 2% കൊടുത്തു കണ്ടോ. ഇവിടെ 2% കൊടുത്തേ കണ്ടോ. 2% കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും ആയിക്കോട്ടെ, 2% അപ്പായി നിങ്ങളുടെ സ്റ്റോക്കുകൾ മാത്രം വരും കണ്ടോ. ആ ഒരു നമ്മൾ ആ പർട്ടിക്കുലർ മാർക്കറ്റ് മൂവ്മെൻറ്റിൽ 2% അപ്പായിരിക്കുന്നതും അതുപോലെ ട്രേഡഡ് ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റി ആ ഒരു മൊമെൻറ്റിൽ പ്രൈസ് പെട്ടെന്ന് പോയി. ഇപ്പോൾ അത് മാറ്റി 1000 ക്വാണ്ടിറ്റി ആണ് കൊടുത്തെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വന്നിട്ടില്ല, 1000 ക്വാണ്ടിറ്റി ഇല്ല, 500 കൊടുക്കാം. ആ പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ 500 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ഗ്ലെൻമാർക്ക് ഫാർമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PL പിരമിഡ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. ഇപ്പോൾ പിരമിഡ് ഫാർമയൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ കയറി പോയിട്ട് സ്റ്റോക്കാണ് കേട്ടോ. പിരമിഡ് ഫാർമ കണ്ടോ അവിടെ നിങ്ങൾക്ക് കാണാം കണ്ടോ. പിരമിഡ് ഫാർമയിൽ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ പോയൊരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനും നമുക്കധികം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സ്ക്രീനറാണ് ഇപ്പോൾ ഈ പറഞ്ഞ് നാം കണ്ടുപിടിച്ചത്. അതിൽ ട്രേഡഡ് വോളിയൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തോ. ആ ഒരു മൂവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ട്രേഡഡ് വോളിയം നടക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇത്ര സ്റ്റോക്കുകൾ വന്നു കേട്ടോ. ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടുകൾ നോക്കുവാണെങ്കിൽ കണ്ടോ, അവിടെ നമുക്ക് കാണാം നമ്മുടെ പിവറ്റ് പോയിന്റ് വെച്ചുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് പോയിന്റുകൾ നമുക്കിവിടെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും കണ്ടോ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു സ്ക്രീനിലുണ്ടോ. അതുപോലെ തന്നെ വർക്ക് സ്പേസിൽ ടൂൾസിൽ മാർക്കറ്റ് മീറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ. ഇപ്പം നിങ്ങൾക്കിവിടെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് FNOയിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നൽകി പെർസെൻറ്റ് ചേഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. PE റേഷ്യോ വെച്ച് ഏറ്റവും കൂടുതൽ സോർട്ട് ചെയ്യാൻ പറ്റും. PE റേഷ്യോ വെച്ച് കൂടുതലുള്ള സ്റ്റോക്കുകൾ കൊടുക്കാൻ പറ്റും കേട്ടോ. പിരമിഡ് ഫാർമയുണ്ട്. അതുപോലെ തന്നെ ഇത് FNOയിൽ വരുന്നത് മാത്രമാണ്. ഇപ്പോൾ കെമിക്കൽ സെക്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ സെക്ടർ മാത്രം നിങ്ങൾ സെലക്ട് കൊടുത്താൽ കേട്ടോ. കണ്ടോ, അപ്പോൾ കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകൾ മാത്രം കണ്ടോ. FACT അങ്ങനെയുള്ള PE റേഷ്യോ കൂടിക്കൂടി വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് മാത്രം കിട്ടും. അത് ലാസ്റ്റ് പെർസെൻറ്റ് ചേഞ്ച് 1 ഇയർ റിട്ടേൺ കൂടുതലുള്ള സ്റ്റോക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയറിലെ നല്ല പെർഫോമൻസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ്. NAC ഇന്ത്യ 292% കയറായി. ക്യാമലിൻ ഫൈൻ അത് 177%. ഇന്ത്യ ഗ്ലൈക്കോ എന്ന് പറഞ്ഞ സ്റ്റോക്ക് 109% കയറി. ദീപക് ഫെർട്ടിലൈസേഴ്സ് 109%. JG കെമിക്കൽസ് 98%. ഇതൊക്കെയാണ് 1 ഇയറിലെ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് കണ്ടോ. നിങ്ങൾ താഴേക്ക് വരുന്നതോടെ അത് കുറയും. ആണ് ഇപ്പോൾ ഈ സെക്ടറിൽ ഈ കെമിക്കൽ സെക്ടറിലുള്ള പെർഫോമൻസ് ആണ് ഈ പറയുന്നത് 1 ഇയറിൽ. അതുപോലെ കൺസ്ട്രക്ഷൻ സെക്ടർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഇതിനകത്ത് വരും. നിങ്ങൾ ഈ ഒരു ജസ്റ്റ് നിങ്ങൾ നോക്കാം AB ഇൻഫ്ര ആ സ്റ്റോക്ക് 209% റിട്ടേൺ ആണ് 1 ഇയർ കൊടുത്തത്. 1 ഇയർ പെർഫോമൻസ്. SRM എന്ന് പറഞ്ഞ സ്റ്റോക്ക് 134%. BGR എനർജി എന്ന് പറയുന്നത് 112%. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ ജസ്റ്റ് ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചാർട്ട് ഇവിടെ ഓപ്പൺ ആയി വരും. ജസ്റ്റ് ആണ് ഇപ്പോൾ ഇത് വോളിയം കുറവുള്ള സ്റ്റോക്കാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വേറൊരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ചാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഇതിപ്പോൾ ഡേ ടൈം ഫ്രെയിം വീക്കിലി ടൈം ഫ്രെയിമിലൊക്കെ നോക്കിയാലാണ് ഒരു ഓവറോൾ ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 5 മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് ആയിട്ട് കാണിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ മന്ത്ലിയൊക്കെ നോക്കുകയാണ്. മന്ത്ലിയൊക്കെ നിങ്ങൾ നോക്കിയാൽ കേട്ടോ. മന്ത്ലി നോക്കുമ്പോൾ കണ്ടോ സ്റ്റോക്ക് നല്ല അപ് ട്രെൻഡിലേക്ക് പോകുന്ന സ്റ്റോക്കാണ്. അല്ലെങ്കിൽ ഇതിൽ നോക്കണ്ട ചാർട്ടിൽ യൂസ് ചെയ്യണം ഞാൻ പറയില്ല കേട്ടോ. ഈ സ്റ്റോക്ക് നിങ്ങൾ എടുത്തിട്ട് നേരെ ട്രേഡിംഗ് വ്യൂവിൽ വന്നാൽ മതി. SRM കോൺട്രാക്ടേഴ്സ് എന്ന സ്റ്റോക്കാണ്. ഞാൻ ജസ്റ്റ് ചാർട്ടിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. SRM കോൺട്രാക്ടേഴ്സ് കണ്ടോ, ചാർട്ട് കണ്ടോ നിങ്ങൾ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വീക്കിലി ടൈം ഫ്രെയിമിലും അല്ല മന്ത്ലി ടൈം ഫ്രെയിം നോക്കാം കണ്ടോ. മന്ത്ലി ടൈം ഫ്രെയിമിൽ എന്താ സംഭവിക്കണം കേട്ടോ. സ്റ്റോക്ക് എല്ലാ മാസവും ഒരുവിധം മാസങ്ങളൊക്കെ കയറി പോവുകയാണ് കേട്ടോ. വീക്കിൽ നോക്ക് കണ്ടോ സ്റ്റോക്ക് നല്ല ഇതല്ല, അപ് ട്രെൻഡ് അടിച്ച് കയറി പോകുക സ്റ്റോക്ക് കയറി പോകുക. അങ്ങനെയുള്ള
ഒട്ടനവധി കാര്യങ്ങൾ ഈ സ്ക്രീനിലുണ്ട്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഗ്രോസ് ഡെലിവറി ആയിട്ട് അതുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചുള്ള സ്റ്റോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു സംഭവം ഇതാട്ടോ. പിന്നെ സ്റ്റോക്കിൽ നമ്മൾ സെക്ടർ വൈസ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നല്ല ബുള്ളിഷ് കണ്ടുപിടിക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. അതായത് ഇവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേഞ്ച് പെർസെൻറ്റ് എത്രയാണ് മൂവ്മെൻറ്റ് സാധാരണ ഈ സ്റ്റോക്ക് പോകാറെന്നുള്ളത് സ്റ്റോക്കുകളൊക്കെ ഇതിൻ്റെ അകത്ത് വരും കേട്ടോ. എത്ര പെർസെൻറ്റ് റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാന്നുള്ള ഇതിനകത്ത് നമുക്ക് കൊടുക്കാം. നല്ല രീതിയിൽ കയറി വരുന്ന സ്റ്റോക്കുകളൊക്കെ ഇതിനകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ക്രീനറാട്ടത്. പിന്നെ ട്രേഡഡ് വോളിയം ലാക്സിൽ വരുന്ന സ്റ്റോക്കുകൾ അതൊക്കെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലാണ്, ഈ കൺസ്യൂമർ സർവീസ് എന്ന് പറഞ്ഞ ഫീൽഡിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നിഫ്റ്റി 50 സ്റ്റോക്ക് മതി, നിങ്ങൾ നിഫ്റ്റി 50 മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ അതിന് മാത്രം ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ അത് മാത്രം. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ കണ്ടോ, ഇപ്പോൾ ട്രേഡഡ് വോളിയം ലാക്സ് അത് നല്ല വളരെ കൂടി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് നമ്മുടെ നിഫ്റ്റി 50 ടാറ്റ സ്റ്റീൽ, NTPC, എറ്റേണൽ, ബെല്ല്, ജിയോഫിൻ, വിപ്രോ, ഭാരതി എയർടെൽ എന്നൊക്കെ പറഞ്ഞ നല്ല സ്റ്റോക്കുകൾ. ഇതൊക്കെ നല്ല വോളിയം നമുക്ക് എക്സിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. നമ്മളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഗ്രിഡ്, ICICI ബാങ്ക്, റിലയൻസ് ഒക്കെ നല്ല ജൈജാനിക്കായിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും ഈ ലിസ്റ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളിത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിനെപ്പറ്റിയുള്ള ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് മാത്രമേ ഇതിൽ പറ്റുള്ളൂ. ഇതിനകത്ത് അല്ലാണ്ട് കുറേ ഫംഗ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, കുറേ ടൂൾസ് ഉണ്ട്. FNO ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ലോട്ടറിയാണിത്. അതിൽ ഒത്തിരി ആക്റ്റീവ് കോൺട്രാക്ട്സ് കണ്ടുപിടിക്കണം. ഇത് കണ്ടോ, ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. മോസ്റ്റ് ആക്റ്റീവ് കോൺട്രാക്റ്റുകൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് മാത്രം മതി. ഇങ്ങനെ സ്റ്റോക്കിലുള്ള ആക്റ്റീവായിട്ട് നടക്കുന്ന ട്രേഡ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളെല്ലാം നമുക്ക് ഇത് കണ്ടോ, ഇതാണ് മോസ്റ്റ് ആക്റ്റീവ് കോൺട്രാക്റ്റാണ് സ്റ്റോക്കിൽ. അതുപോലെ ഇൻഡെക്സിലാണ് വേണ്ടതിന് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് മാത്രം കൊടുത്തതിന് അത് മാത്രം ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി, അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് കിടക്കുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാൻ മെയിനായിട്ട് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലാണ് നോക്കാറുണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലുള്ള മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കാറ്. ഇപ്പോൾ ക്ലൈൻ ഫാർമ കണ്ടോ, പേഴ്സൻ്റ് ചേഞ്ച് 44% കഴിഞ്ഞ ദിവസം ചേഞ്ച് ഉണ്ടായത് കണ്ടോ. അപ്പോൾ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2181 നിന്നാണ് കയറി പോയത്. ഇത്ര വലിയൊരു % മൂവ്മെൻറ്റ് നടത്തിയത് കണ്ടോ. നമുക്കിങ്ങനെ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 6% ഓയിൽ ചേഞ്ച് ഉണ്ടായി. കഴിഞ്ഞ ദിവസം നല്ല മൂവ്മെൻറ്റ് 4% കയറി പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. കൂടുതൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മെത്തേഡ് ജസ്റ്റ് നിങ്ങൾ FNO നമ്മുടെ FIESൻ്റെ സോഫ്റ്റ്വെയറിന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം FIESൻ്റെ തന്നെ ലോഗിനും പാസ്വേഡും വെച്ച് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ പറ്റും കേട്ടോ. മെയിനായിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എന്തെങ്കിലും ഇൻട്രാഡേക്ക് യൂസ് ചെയ്യുന്ന പർപ്പസിന് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോസ് ഇതിന് വേണ്ടി തന്നെ ചെയ്തുതരാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.